മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ഇത് ഏഴാമത്തെ സീസണിൽ ഒരു സീസണിൽ ഒരു വാക്ക് ഉണ്ടായി വന്നിരിക്കുകയാണ് വേട്ടമൃഗം. അതായത് റീ എൻട്രിക്ക് ശേഷം എല്ലാവരും ഒന്നോ രണ്ടോ പേര് ഒഴിച്ച് ബാക്കി എല്ലാവരും വേട്ടയാടാൻ വേണ്ടി മാത്രം വന്നു. ഈ കിട്ടിയ ഒരു 4-5 ദിവസം കൊണ്ട് അവളെ തറ പറ്റിക്കണം എന്ന് മാത്രം പ്രതിജ്ഞ എടുത്തു വന്നവർ. അത് ഇത്രത്തോളം വരും എന്നും ഇത്രയും ഇമ്പാക്റ്റ് പുറത്തുണ്ടാകുമെന്നും ഈ കയറിപ്പോയവർ പോലും അറിഞ്ഞിട്ടുണ്ടാകത്തില്ല. ഏതായാലും ഇന്നലത്തെ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, അനുമോളിനെയും അതുപോലെ തന്നെ നെവിനെയും ആ പരിസരത്തൊക്കെ കാണുന്നത് വളരെ കുറവാണ്. എങ്കിലും കയറിപ്പോയവരുടെ പ്ലാനിങ്ങും പോയവർ ഉണ്ടാക്കിയെടുത്ത ഒരു വലിയ ഇഷ്യൂവും അതിനുശേഷം അങ്ങേയറ്റം ചീറ്റിപ്പോയ നനഞ്ഞു പൊട്ടിപ്പോയ ഒരു പടക്കവുമാണ് ഇന്നലത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഇത് പറയാതെ ഇന്നത്തെ ദിവസം കണ്ടു തുടങ്ങാൻ ആർക്കും കഴിയത്തില്ല. ഇന്നലെ രാത്രി ഒരു സന്ധ്യ സംഭാഷണം സംഭവിച്ചു. എന്തിന് നമുക്ക് നോക്കാം. അപ്പോൾ സീരിയൽ കാണുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇന്നലത്തെ ദിവസം ലൈവ് അപ്ഡേറ്റിനകത്ത് നിങ്ങൾ കുറേ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് പ്രീവിയസ് വീഡിയോ നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും. അപ്പാനി മെനഞ്ഞാന്ന് രാത്രിത്തെ വഴക്കിന് ശേഷം അപ്പാനി വന്ന് കുറേ നേരം അനുമോളുടെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കുന്നതും എല്ലാം ഉണ്ടായിരുന്നു. അനുമോള് പലയിടങ്ങളിലായിട്ട് അനുമോളുടെ അവസ്ഥ, അനുമോളുടെ പുറത്തുള്ള കാര്യങ്ങൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. PR-ന്റെ കാര്യം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അനുമോൾക്ക് PR ഉണ്ട്, അനുമോൾ അത് എല്ലായിടത്തും പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അതുവരെ അവിടെ എല്ലായിടത്തും പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഒരു റിപ്പീറ്റ് അടിച്ച് കാണിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം അതൊന്നും ഇന്നലത്തെ എപ്പിസോഡിൽ വന്നില്ല. പകരം അനുമോളെ കുറിച്ച് ഇന്നലെ വന്ന ഒരു വലിയ അലിഗേഷൻ ഉണ്ട്. അനുമോളുടെ PR പല മത്സരാർത്ഥികളുടെയും വീട്ടുകാരുടെ മെസ്സേജിൽ, അതായത് കമന്റ്സിലായിക്കോട്ടെ ഡയറക്റ്റ് മെസ്സേജിലായിക്കോട്ടെ ഒക്കെ അങ്ങേയറ്റം മോശം ചീത്ത വിളിക്കുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കാര്യം, അതായത് അനുമോളുടെ PR എന്നാണ് പറയുന്നത്, അനുമോളല്ല അനുമോളുടെ PR എന്നാണ് പറയുന്നത്. മറ്റൊരു കാര്യം, ഇതില് ഏറ്റവും കൂടുതലും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ എന്ന് പറയുന്നത് ആദില നൂറ മെയിൻ ആയിട്ട്. കാരണം അവർക്ക് പുറത്ത് എന്ത് സപ്പോർട്ട് ഉണ്ടെന്നുള്ളത് ഒട്ടും മനസ്സിലാക്കാൻ കഴിയാതെ ഫാമിലിയോ അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് ഒരു ഫ്രണ്ടിനെ ഒന്നും ഏൽപ്പിച്ചിട്ടൊന്നും അല്ല ഇവർ വന്നിരിക്കുന്നതെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുമാത്രമല്ല ആദിലയ്ക്കും നൂറയ്ക്കും പുറത്തുള്ള സപ്പോർട്ടിനെ കുറിച്ച് ഇപ്പൊ ഈ പുറത്തിരിക്കുന്നവർക്കും അറിയാം. പിന്നുള്ളത് അക്ബറിന് കപ്പ് കിട്ടുകയും വേണം, എന്നാൽ ആരെങ്കിലും ഒന്ന് കുരുതി കൊടുക്കാൻ വേണ്ടി കൂടെ നിർത്തുകയും വേണം എന്ന് കണ്ടപ്പോഴാണ് ആദിലയുടെയും നൂറയുടെയും പേരെടുത്തിട്ട് ഈ പുറത്തു നിന്ന് വന്നവർ എടുത്തിട്ടിരിക്കുന്നത്. ഇനി ഇവരോട് പറഞ്ഞ് ഇന്നലെ രാത്രി സക്സസ്ഫുൾ ആയിട്ട് തെളിയിച്ചൊരു കാര്യമുണ്ട്. അതായത് അക്ബറിന് ഉൾപ്പെടെ ഈ പറയുന്ന PR അറ്റാക്ക്, അനുമോളുടെ PR അറ്റാക്ക് ഉണ്ട്. ആ ഒരു PR അറ്റാക്കിന്റെ കാര്യം കേൾക്കുന്നതോടുകൂടി ഇന്നലെ രാത്രി അക്ബർ പൊട്ടിത്തെറിച്ച് കരയുകയാണ്, നല്ല രീതിയിൽ കരയുകയാണ്, പേടിച്ചിട്ട്. കാരണമുണ്ട്, ആ ഒരു കരച്ചിലിനകത്തൊരു സത്യമുണ്ട്. ഇത്രയും ദിവസം ഇതിനകത്ത് നിൽക്കുന്നു, പുറത്ത് എന്താണെന്ന് അറിയില്ല. അത് പുറത്ത് സത്യമാക്കാൻ വേണ്ടി പുറത്തും ഇതിനനുസരിച്ച് അക്ബറിന്റെ ഭാര്യ അവിടെ വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞു. അതേ കണക്കൊരു DM-ലൊക്കെ വന്ന് അങ്ങേയറ്റം ചീത്ത വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഈ പറയുന്ന എല്ലാവരുടെയും, അതിപ്പോ അക്ബർ ആയിക്കോട്ടെ, അക്ബറിന്റെ വീട്ടുകാർക്കായിക്കോട്ടെ, അനുമോൾക്കായിക്കോട്ടെ, അനുമോളുടെ വീട്ടുകാർക്കായിക്കോട്ടെ, ഈ പറഞ്ഞ എല്ലാവർക്കും ഈ ഒരു സീസണിൽ മത്സരിക്കാൻ വന്ന അല്ലെങ്കിൽ കഴിഞ്ഞ സീസണുകളിലൊക്കെ മത്സരിച്ച മത്സരാർത്ഥികൾക്കും വീട്ടുകാർക്കും എതിരെയൊക്കെ ഇങ്ങനെ കമന്റ്സുകളും ഡയറക്റ്റ് മെസ്സേജുകളും ഒക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു വലിയ സംഭവമായിട്ട്, വലിയ പുതിയ സംഭവമായിട്ടൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അതൊരു വലിയ കാര്യമൊക്കെയാണ്, അതൊക്കെ കേസ് കൊടുക്കേണ്ട കാര്യമാണ്. പക്ഷെ ഇതൊരു പുതിയ സംഭവമല്ല. അനുമോളുടെ PR പോയി അക്ബറിന്റെ വീട്ടുകാരെയും അക്ബറിന്റെ ഫാമിലി മൊത്തത്തിൽ വഴക്കുണ്ടാക്കിയെന്നോ അല്ലെങ്കിൽ ചീപ്പാക്കി എന്തെങ്കിലും കമന്റ്സ് ഇട്ടു എന്ന് പറയുന്നതും തിരിച്ചന്നേരം അനുമോളുടെ വീട്ടുകാർക്കും ഇതേപോലെ തന്നെ കേസ് കൊടുക്കാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട്. അപ്പൊ പിന്നെ അക്ബറിന്റെ PR ഇത് ചെയ്തു എന്ന് പറയാമല്ലോ. പിന്നെ അനുമോളുടെ പ്രൊഫൈൽ പിക്ചർ വെച്ചിട്ട് അത് അക്ബറിനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മത്സരാർത്ഥിയോ കുറ്റം പറയുമ്പോഴത്തേക്കും അത് അനുമോളുടെ PR ആണെന്ന് തെളിയിക്കാൻ പറ്റില്ല. അത് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ പറഞ്ഞ ഒരു അലിഗേഷൻ അവിടെ കൊണ്ടുവന്നിട്ട് അവിടെ ഇത്രയും പ്രശ്നമുണ്ടാക്കിയ ആ അലിഗേഷൻ സത്യമോ മിഥ്യയോ എന്നുള്ളത് പുറത്തു പോയി തെളിയിക്കേണ്ട കാര്യമാണ്. ഇനി ആദില നൂറ വിഷയത്തിലേക്ക് വരാം. ഇവര് ശരിക്കും പറഞ്ഞാൽ അത് എനിക്ക് ഏറ്റവും ചീപ്പായിട്ട് തോന്നിയതാണ്. എങ്കിലും ഞാൻ എടുത്തു പറയുന്നു, ആദിലയും നൂറയും നിങ്ങൾ ഇട്ടുകൊടുക്കരുത്, വലിച്ചു കീറരുത്. ഈ ഇട്ടുകൊടുക്കരുത് എന്നുള്ള വാക്ക് ഈ ഒരു ബിഗ് ബോസ് സീസണിൽ നിന്ന് തന്നെ കിട്ടിയതാണ് എനിക്ക്. അതായത് ആദിലയ്ക്കും നൂറയ്ക്കും അക്ബറിനും ഒക്കെ ഒരേപോലത്തെ ഒരു മെന്റാലിറ്റിയാണ്. ഇതിന്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങളെ അറിയൂ. ഇവരെല്ലാവരും വന്ന് ഒരേ സ്വരത്തിൽ പറയുന്നു പുറത്തെന്തോ വലിയ ലഹള നടക്കുകയാണെന്ന്. പുറത്തിപ്പോ
നമ്മുടെ ഇലക്ഷന്റെ തിരക്കാണ്, അല്ലാതെ ബിഗ് ബോസിന്റെ തിരക്കല്ല. നമ്മൾ ബിഗ് ബോസ് കാണുന്നത് കൊണ്ടാണ് നമ്മുടെ സ്ക്രോളിൽ ഏറ്റവും കൂടുതലും ബിഗ് ബോസിന്റെ നോട്ടിഫിക്കേഷൻസും ബിഗ് ബോസിന്റെ ആ ഒരു ന്യൂസ് ഫീഡ് ഫുള്ള് ബിഗ് ബോസ് എന്ന് പറഞ്ഞു വരുന്നത്. പക്ഷെ പുറത്ത് അവിടെ ഇലക്ഷന്റെ ഒരുപാട് തിരക്കുകളുണ്ട്. എന്നാൽ ഇതിനകത്ത് വന്നിരിക്കുന്ന ഇവരോട് നിങ്ങളുടെ വീട്ടുകാരെയൊക്കെ അവിടെ മോശമായിട്ട് പറയുകയാണ്. ഇത് കേൾക്കുന്ന ആദിലയ്ക്കും നൂറയ്ക്കും സെൽഫായിട്ട് ആദിലയുടെയും നൂറയുടെയും വീട്ടുകാർ എവിടാന്ന് പോലും, അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻ എന്താണ്, അവർ തങ്ങളോടൊക്കെ എങ്ങനെയാണ് പെരുമാറാൻ ഇനി ഉദ്ദേശിക്കുന്നതെന്ന് പോലും അതൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടോ എന്ന് പോലും അറിയില്ല. പക്ഷേ ഒരു പരിധിവരെ ഈ പറയുന്ന ആദിലയും നൂറയും ഇവർ കുരുതി കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഇവർ ബലിയാടാക്കുകയാണ്. അത് മനസ്സിലാക്കുക. അല്ലാതെ ഇപ്പൊ മസ്താനി പോയപ്പോൾ ഒരു കമന്റ് എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ടുണ്ടായിരുന്നു, മസ്താനിയെ കുറിച്ച് അങ്ങനെ പറയരുത് എന്നെന്തോ ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങളും ഈ പറയുന്ന ഒരു മസ്താനി മത്സരിച്ചുകൊണ്ടിരുന്ന സമയത്ത് മസ്താനിയെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞപ്പോൾ ഈ പറയുന്ന കമന്റ് ഇടുന്നവര് ഇൻഫ്ലുവൻസ്ഡ് ആയി മസ്താനിക്കെതിരെ നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടില്ലേ എന്ന്. എന്നാൽ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് പറയുകയാണ്, ആദിലയ്ക്കും നൂറയ്ക്കും എതിരെ നിങ്ങൾ ദയവ് ചെയ്ത് പോകരുത്. കാരണം എന്ന് വെച്ചാൽ പുറത്തുനിന്ന് വന്നവരുടെ ഇൻഫ്ലുവൻസ് അത്രയധികം ഉണ്ടായതുകൊണ്ട് തന്നെ അവരിപ്പോൾ പെരുമാറുന്നത് മുഴുവൻ അതിനനുസരിച്ചാണ്. അപ്പോൾ ആ രണ്ടുപേരെയും ഇതേപോലെ സൈബർ ബുള്ളിങ്ങിന് വേണ്ടിയിട്ട് അനുമോളെ പോലെ, അതുപോലെ അക്ബറും ആദിലയും നൂറയും എല്ലാം അവർക്ക് എല്ലാവർക്കും പുറത്ത് ജീവിതമുണ്ട്. അനുമോൾക്ക് മാത്രമല്ല, അക്ബറിന് മാത്രമല്ല, ആദിലയ്ക്കും നൂറയ്ക്കും മാത്രമല്ല, ഈ പറയുന്ന ബിൻസിയും ഷൈത്തിയും ഒക്കെ അവിടെ അനുഭവിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നാൽ നീയും ഒക്കെ കണക്കായിട്ട് അനുഭവിക്കടി എന്ന് പറഞ്ഞ് തിരിച്ചു കയറി വരുന്നതാണ് ഏറ്റവും വലിയ ചെറ്റത്തരം. ഇനി ആദിലയും നൂറയും കൊണ്ട് അവർ ചെയ്യാൻ ശ്രമിച്ചത് ടോപ്പ് 5 ആണ്. 2 പേര് എവിക്റ്റ് ആകും. നൂറയ്ക്കറിയാം നൂറ എന്തായാലും എവിക്റ്റ് ആകത്തില്ലെന്ന്. നൂറ അതുകൊണ്ട് തന്നെ പലതവണ ആവർത്തിച്ച് പറയുന്നുണ്ട്, നമുക്കതൊക്കെ ഇവിടെ വിടാം, കപ്പിന്റെ കാര്യമൊക്കെ മറക്കാം എന്ന് അക്ബറിനോടും ആദിലയോടും പറയുന്നുണ്ട്. നിങ്ങളൊന്ന് അടങ്ങിയിരിക്കും, നമുക്കൊക്കെ അവിടെ പുറത്തിറങ്ങി ജീവിക്കണ്ടേ, നിങ്ങൾക്ക് കുടുംബം ഉള്ളതല്ലേ എന്ന് നൂറ പറയുന്നുണ്ട്. ഒരു പക്ഷെ നൂറയ്ക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, എന്തായാണെങ്കിലും ഈ പറയുന്ന ടോപ്പ് 5 കയറാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കാം. ഇനി അതില്ലെങ്കിലും വേണ്ട, നൂറ ആ പറഞ്ഞതിനകത്തൊരു അർത്ഥമുണ്ടായിരുന്നു. പക്ഷേ ടോപ്പ് 5 വരെയല്ല, ടോപ്പ് 7 ഉണ്ട്. ഇവരെല്ലാവരും ഈ പറയുന്ന 100 എപ്പിസോഡ് വരെ ഉണ്ടാകും എന്ന് ഉറപ്പ് വന്നപ്പോഴത്തേക്കും ആദിലയും നൂറയും അനുമോളെടുത്ത് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. അതുവരെയും ശക്തമായിട്ട് അക്ബറിനോട് പറയുന്നുണ്ടായിരുന്നു, അവളെ ഞാൻ ഇവിടെ ഇട്ട് മൊത്തം അറ്റ്ലീസ്റ്റ് ഇവിടെ ഉള്ള ഈ 26-27 പേര് കാണണം കേൾക്കണം എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ച ആദില പതുക്കെ അങ്ങ് തണുത്ത് നൂറയ്ക്കൊപ്പം പോയി അവിടെ ഇരുന്ന് ഒരു സമാധാന ചർച്ചയിലേക്ക് കൊണ്ടുപോവുകയാണ്, ഷാനവാസിനെ വിറ്റ്നസ് ആക്കിക്കൊണ്ട്. പക്ഷെ നൂറ എപ്പോഴും സത്യം പറഞ്ഞാൽ നൂറയ്ക്കും ആദിലയ്ക്കും ഇതൊരു റിയൽ ജെനുവിൻ ഒന്നും അല്ല, അനുമോൾക്കും ഇത് ജെനുവിൻ ഒന്നും അല്ല. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇട്ട് കൊത്തി പറിക്കണ്ട എന്ന് കരുതിയിട്ട് 2 പേരും ഈ പറയുന്ന 3 പേരും ഒന്നിച്ചങ്ങ് കൂടുകയാണ്, അല്ലെങ്കിൽ ഇനി ഒരു പിണക്കമില്ല എന്ന് പറഞ്ഞങ്ങ് കോംപ്രമൈസ് ചെയ്യുകയാണ്. എന്നാൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇനിയുമുണ്ട് നമുക്ക് മുന്നിൽ 2 ദിവസം. ഇവർ എന്തൊക്കെ അവിടെ വഴക്കുണ്ടാക്കും എന്നുള്ളത് കണ്ടറിയാം. ഇനി എന്താണ് ശരിക്കും പറഞ്ഞാൽ ആദില അനുമോൾ ഇവരുടെ ഇടയിലെ പ്രശ്നം? വളരെ സ്വാഭാവികമായിട്ട് അങ്ങേയറ്റം ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് എപ്പോഴും ഇതിനകത്ത് കിടക്കുന്ന ഈ ഒരു 2-3 ദിവസത്തെ അല്ലെങ്കിൽ ഈ ഒരു ആഴ്ചത്തെ കാര്യങ്ങളാണെങ്കിൽ ഒന്ന് പ്രീവിയസ് അടിച്ച് ഒരു 2-3 ആഴ്ച ബാക്കിലോട്ട് പോവുക. അവിടെ നൂറയേക്കാൾ ആദില ഏറ്റവും കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ടിരുന്നതും എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്തതും അനുമോളോടാണ്. അനുമോളും അതേ ഫ്രീഡത്തോടെ ആദിലയോട് സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു കാര്യം, ആദില അനുമോളെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടന്നു പോകുന്നതും അക്ബർ നോക്കിയിരിക്കുന്നതുമായിട്ടുള്ള ഒരു സീൻ ഉണ്ടായിരുന്നു. ഒരുപാട് ക്ലിപ്പുകൾ അതിൻ്റെ തന്നെ വന്നുകൊണ്ടിരുന്നു. അവരുടെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട്. അതിൽ ചിലപ്പോൾ പുറത്ത് പറയാൻ കൊള്ളാത്തതുണ്ടായിരിക്കാം, ചിലപ്പോൾ അനുമോളുടെ രഹസ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം, ആദിലയുടെ രഹസ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ അനുമോളുടെ ഈ ഒരു രഹസ്യങ്ങളായിക്കോട്ടെ, അതെന്തായിക്കോട്ടെ, അത് എല്ലാവരുടെയും മുന്നിൽ ഇട്ടുകൊടുക്കാൻ റെഡിയായി നിൽക്കുകയാണ് ആദില. അതിന്റെ റീസൺ ആദിലയുടെ സ്വഭാവ ദൂഷ്യമല്ല, പകരം അത്രത്തോളം ഈ ഒരു 2 ദിവസം കൊണ്ട് ബിൻസിയും ഷൈത്തിയും മാറി പറഞ്ഞ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഷാരികയും പോയി അവരെ ഇൻജക്ട് ചെയ്ത് അങ്ങേയറ്റം ഇൻഫ്ലുവൻസ് ആക്കി വെച്ചിരിക്കുകയാണ്. ഒരു വല്ലാത്തൊരു മാനിപ്പുലേഷനിലാണ് ഇവരെല്ലാവരും. ഈ പുറത്തെ കാര്യങ്ങളൊന്നും അറിയാതെ മൊബൈൽ ഫോൺ ഒന്നും യൂസ് ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയിലൊക്കെ ഇത്രയും ദിവസം 100 ദിവസത്തോളം അടുക്കുന്ന ഒരു മൊമെന്റിൽ വരുമ്പോൾ ഈ പറയുന്ന അക്ബറും ആദിലയും നൂറയും എല്ലാവരും ഒരു വല്ലാത്ത പാനിക് സിറ്റുവേഷനിലാണ്. ഇതേ പാനിക് സിറ്റുവേഷന്റെ അതേ അളവിൽ തന്നെ അനുമോളെ കുറിച്ചും നമുക്ക് ചിന്തിക്കാം. അപ്പോൾ എനിക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നത് അനുമോളെ കുറിച്ച് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ അത്രയും പേരും ഒന്നിച്ച് ഈ അനുമോൾ PR ആണ് പുറത്ത് എന്നിങ്ങനെ പറയുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അനുമോളുടെ ഫാമിലി ഫുള്ള് നിങ്ങൾ പറ. പക്ഷേ ഈ അനുമോൾ ഉൾപ്പെടെ അനുമോൾക്ക് അറിയില്ല. അനുമോൾക്ക് ഇവിടെ പുറത്ത് അനുമോളുടെ PR എന്താണ് ചെയ്തെന്നുള്ളത് അനുമോൾക്ക് അറിയുമോ? അതും കൂടി ഒന്ന് ചിന്തിച്ചു നോക്ക്.
അനുമോൾ എന്തോ ചെയ്തതുപോലെയാണ് എല്ലാവരും വന്ന് അനുമോളായിട്ട് ഓരോന്ന് പറയുന്നത്. അനുമോൾക്ക് അറിയില്ല, അനുമോൾ അത് പറയുന്നുണ്ട്. അവിടെ പുറത്ത് എന്താ നടക്കുന്നത് എന്നുള്ളത് എനിക്കെങ്ങനെ അറിയാനാണ്? ആ PR-ന്റെ കാര്യം വിട്, കാരണം അത് അവിടെ എന്താണെന്നുള്ളത് അറിയില്ല. അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യം, അത് സരിക വന്ന് സംസാരിച്ചപ്പോഴും ഞാൻ എടുത്തു കേട്ടൊരു കാര്യമുണ്ട്. അനുമോളുടെ PR പുറത്തുണ്ട്. അനുമോൾ ഇവിടെ ഓരോരുത്തരെ കുറിച്ചുള്ള കുറ്റങ്ങൾ ജസ്റ്റ് പറഞ്ഞ് ഹിന്റ് ഇട്ട് കൊടുക്കും. അത് കേട്ടിട്ട് പുറത്ത് അവരെല്ലാവരും അത് വെച്ചൊരു വലിയ സ്റ്റോറി ഉണ്ടാക്കി നെഗറ്റീവായിട്ട് കൊണ്ടുപോകും. അങ്ങനെ അതിൻ്റെ നെഗറ്റീവ് വീഡിയോസ് ഇറക്കിയിട്ടാണ് ഇവിടെ പുറത്ത് കഥ ഉണ്ടാകുന്നത് എന്ന്. ഇത് സത്യം, ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതൊരു ലോജിക്കലി നടക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണെന്ന്? ഈ പറയുന്ന ജിസേലിന്റെയും ആര്യന്റെയും വിഷയമാണ് ഏറ്റവും കൂടുതലും കത്തിപ്പടർന്ന ഒരു വലിയ പ്രശ്നമായി മാറിയത്. അതിന്റെ ഹിന്റ് ഇട്ട് കൊടുത്തതൊന്നും അനുമോളല്ല, അതിന്റെ തുടക്കം എല്ലാം കൊടുത്തത് ജിഷിനും മസ്താനിയും കൂടിയാണ്. അവർ രണ്ടുപേരുമാണ് ഈ പുറത്തുനിന്ന് വന്നിട്ട് ഇങ്ങനൊരു ടോക്കിനെ കുറിച്ച് അവിടെ കൊണ്ടുവന്നത്. പുതപ്പിന്റെ അടിയിൽ എന്താണെന്ന് ഞാൻ കണ്ടു എന്ന് വരെ പറഞ്ഞത്. ആ പ്രവീണും അത്തരത്തിലുള്ളൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അനുമോള് വിറ്റ്നസ് ആയ ഒരു കാര്യം പെട്ടെന്ന് ഓർത്തു. എന്ത്? ആ ഒരു കിറ്റ് കാണാതെ പോയ ദിവസം ആര്യ എന്റെ കിറ്റ് എടുത്തോ, സത്യം പറ എന്നും പറഞ്ഞ് വന്ന ദിവസം രണ്ടുപേരും പുതപ്പിന്റെ അടിയിൽ കിടക്കുന്നത് കണ്ടിട്ട്, അതും ഈ പറഞ്ഞവര് വന്ന് കയറി പറഞ്ഞവരും കൂടെ പറഞ്ഞതെല്ലാം കൂടെ മാനിപ്പുലേറ്റ് ചെയ്ത് അനുമോൾ ഉണ്ടാക്കിയ ഒരു കള്ളക്കഥ തന്നെയാണത്. ആ കള്ളക്കഥയ്ക്ക് ഉത്തരവാദി അനുമോള് മാത്രമല്ല, അനുമോളും ഉത്തരവാദിയാണ്, മസ്താനിയും ഉത്തരവാദിയാണ്. ഇവരെല്ലാവരും അതിനകത്ത് ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കഥ പുറത്ത് ഈ പറയുന്ന PR-ന് ഹിന്റിട്ട് കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ PR അത് വലിച്ചഴച്ച് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അതായിരുന്നില്ല കത്തിപ്പടർന്ന പ്രശ്നം. അതുപോലെ ഈ പറയുന്ന ബിൻസിയുടെ വിഷയത്തിൽ പോലും അവിടെ ബിൻസിയും അപ്പാനിയും തമ്മിലുള്ള പല കോൺവെർസേഷൻസും അതിനകത്ത് ഈ പറയുന്ന അനുമോളോ ആദിലയും ശൈത്യയും ഒക്കെ കുത്തിപ്പൊക്കി പറയുന്നതിന് മുന്നേ തന്നെ ഓഡിയൻസ് കമന്റ്സ് ചെയ്ത് തുടങ്ങി. ഇതെന്താ ബിൻസി ഇത് നേരോ അപ്പാനി ബിൻസി തമ്മിൽ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നൊക്കെയുള്ള കമന്റ്സുകൾ ഓൾറെഡി വരുന്നുണ്ടായിരുന്നു. അമ്മാതിരി ചീപ്പ് വീഡിയോസുകൾ ഒന്നും തന്നെ നമ്മുടെ സീരിയൽ ഗ്രാമിൽ ഒരു കോണ്ടന്റ് ആക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലാത്തത് കൊണ്ട് അതേക്കുറിച്ച് നമ്മൾ ചെയ്തിട്ടില്ല. അവർ തമ്മിൽ എവിക്റ്റ് ആവുന്നിടം വരെ നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ അത് ആ ഒരു കഴിഞ്ഞു. പക്ഷേ ആഫ്റ്റർ ദാറ്റ് അതൊരു വലിയ ഡിസ്കഷനായി മാറുന്നത് അനുമോള് സംസാരിക്കുമ്പോഴായിരുന്നു. അനുമോള് പറയുന്നുണ്ട്, നീ കാരണം ഒരു പാവം പെങ്കുച്ചി ഇറങ്ങി പോയില്ലേ എന്ന് പറയുന്നിടത്തുനിന്ന് ഒരു ചർച്ചയുണ്ടായി. പക്ഷെ ആ ചർച്ചയിൽ അനുമോളെ ബൂസ്റ്റ് ചെയ്യുന്ന കുറെ കമന്റ്സുകളൊക്കെ വന്നിട്ടുണ്ട് എങ്കിൽ കൂടിയും അത് പതിയെ ഇല്ലാണ്ടായി. പിന്നെ പുറത്ത് ബിൻസി ഉണ്ടായത് കൊണ്ട് എല്ലാവരും ബിൻസിയോട് അത് ചോദ്യം ചെയ്യാൻ പോയി. അതാണ് ബിൻസി നേരിട്ട സൈബർ ബുള്ളിയിങ്. അതുകൊണ്ടാണ് ബിൻസിക്ക് ആ ഒരു ബുദ്ധിമുട്ട് തോന്നിയത്. എല്ലാവരും അപ്പാനിയുടെ പേര് പറഞ്ഞ് തന്നോട് ചോദ്യം ചെയ്തു എന്നുള്ളതായിരുന്നു ബിൻസിക്ക് നേരിട്ട പ്രശ്നം. പക്ഷെ ബിൻസി സ്ട്രോങ് ആയിട്ട് തുടക്കം തൊട്ടേ പറയുന്നുണ്ടായിരുന്നു അപ്പാനി എന്റെ സുഹൃത്താണെന്ന്. ഇത് പുറത്തറിഞ്ഞതിന് ശേഷം, ഇത് പുറത്ത് ഒരു സ്പ്രെഡ് ആയതിനു ശേഷം ബിൻസി ഈ ഒരു വിഷയത്തെക്കുറിച്ച് മിണ്ടാതെയായി. അത് സത്യം, അവർ കടന്നുപോയ അവസ്ഥ അതായിരുന്നിരിക്കാം. പക്ഷെ അതിന്റെ പേരിൽ തിരിച്ചു കയറി വന്ന് താൻ അനുഭവിച്ച അതേ സൈബർ ബുള്ളിങ്ങിന്റെ ഇരട്ടി മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുക്കുന്ന അത് ചീപ്പാണ് ബിൻസി നീ കാണിക്കുന്നത്. കാരണം നീ അനുഭവിച്ച ബുദ്ധിമുട്ട് എന്തെന്ന് നിനക്കറിയാമെങ്കിൽ അത് അറ്റ്ലീസ്റ്റ് കുറച്ച് ദിവസങ്ങളെങ്കിലും കൂടെ നിന്ന അവരും കൂടെ അത് അനുഭവിക്കണം എന്ന് ആഗ്രഹിക്കരുത്. അതുപോലെ നിങ്ങൾ ഈ ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ നെഗറ്റീവ് അനുഭവിക്കാൻ പോകുന്നത് അനുമോളായിരിക്കത്തില്ല, ആദിലയും നൂറയും ആയിരിക്കും. അതിൽ എനിക്ക് വിഷമമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇവര് പറയുന്ന കാര്യങ്ങളിൽ ഇൻഫ്ലുവൻസ്ഡ് മാത്രമായിട്ടാണ് ആദില ഇതെല്ലാം വിളിച്ചു പറയാൻ പോകുന്നത്. മേ ബി ഇപ്പൊ അവര് ഒരു സന്ധ്യ സംഭാഷണത്തിലേക്കൊക്കെ പോയി എങ്കിലും അത് അവരുടെ ബുദ്ധി തന്നെയാണ്. അതിനകത്തൊന്നും ഒരു തെറ്റുമല്ല. ബിഗ് ബോസ് ഹൗസിൽ മത്സരിക്കാനാണ് വന്നത്. അതിൽ കപ്പെടുക്കാൻ വേണ്ടിയിട്ട് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൽ ചില കാര്യങ്ങൾ അവിടെ പ്രശ്നങ്ങളാകുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും വിഷമിപ്പിക്കേണ്ടി വരുന്നുണ്ട്. ഓഫ് കോഴ്സ് വിഷമിപ്പിക്കാതെ, ഒരാളെ കരയിപ്പിക്കാതെ, അങ്ങനെ കരയിപ്പിക്കുന്ന സീനുകളോ അല്ലെങ്കിൽ അടിയുണ്ടാക്കുന്ന സീനുകളോ ഒന്നും ഇല്ലെങ്കിൽ ഈ പറയുന്ന ബിഗ് ബോസിന് പോലും ഒരു ക്ലിപ്പ് എടുത്ത് ഒരു വീഡിയോ ഉണ്ടാക്കി കാണിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഇതൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ട് വരൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊക്കെ എന്തിനാണ് ബിഗ് ബോസിൽ വന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ പറഞ്ഞ ബിൻസിയും ശൈത്യയും അക്ബറും ഒക്കെ, അനുമോൾ ഉൾപ്പെടെ, അനുമോൾ പിന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും സംഭവിക്കട്ടെ എന്ന് കരുതി നിൽക്കുന്നത് കൊണ്ടാണ് അവരിപ്പോഴും പിടിച്ചു നിൽക്കുന്നത്. ഈ 100 ദിവസം എല്ലാവരും വന്നിട്ട് പറയുന്നത് അനുമോളുടെ PR പുറത്ത് ചെയ്തു, അനുമോളുടെ PR പുറത്ത് ഇത് ചെയ്തു അത് ചെയ്തു. അതിനകത്ത് അനുമോൾ എന്ത് ചെയ്തു? അതാണ് ഏറ്റവും വലിയ ചോദ്യം. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് അനുമോളെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ട്. ഇപ്പം അനുമോളെ തോൽപ്പിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ബാക്കി കുറെ 6 പേര് അവിടെ നിൽപ്പുണ്ട്. ആ 6 പേരിൽ ഒരാളിലേക്ക് വോട്ട് അക്യുമുലേറ്റ് ചെയ്യണം.
അത് അക്ബറിനെ അവർ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദിലയുടെയും നൂറയുടെയും ഒക്കെ വോട്ട് പിടിച്ചു മാറ്റി അക്ബറിന് കൊടുക്കണം. പിന്നെ പലയിടത്തും ഞാൻ കണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന ഹോട്ട്സ്റ്റാറിലൂടെ വോട്ട് ചെയ്യുക എന്ന് പറയുന്നത് മലയാളം ബിഗ് ബോസ് കാണുന്നവർക്ക് മാത്രമല്ല, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ പറയുന്ന എല്ലാ ലാംഗ്വേജിലുള്ള അവിടെ യൂസ് ചെയ്യുന്ന ഈ പറയുന്ന ബിഗ് ബോസ് ഓഡിയൻസിനും ഈ വോട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഹോട്ട്സ്റ്റാർ ത്രൂ അങ്ങനെ ഒരു വോട്ട് അത് അക്ബറിലേക്ക് പോവുകയാണെങ്കിൽ, അങ്ങനെ അവർ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പറയുന്ന അനുമോൾ സെക്കൻഡോ തേർഡോ ആകും. കാരണം അക്ബർ, അനീഷ്, അനുമോൾ എന്ന ലെവലിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ തന്നെ അവർ പഠിച്ച് പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ഒരു കൂട്ടം എന്തായാലും ഈ റീ എൻട്രി ചെയ്തിട്ടുള്ളതിൽ ഒരു ഗ്യാങ് ഉണ്ട്. ആ ഗ്യാങ് ഇതേ കണക്കൊരു വോട്ടുമറിക്കൽ എന്തായാലും പ്ലാൻ നടത്തുന്നുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. അത് പുറത്ത് പലയിടത്തും ഞാൻ അത് കമന്റ്സിൽ വായിച്ചിട്ടുണ്ട്, പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്. പക്ഷേ തെളിവുകളൊന്നും തരാൻ എനിക്ക് അറിയില്ല. കാരണം സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കാര്യം തന്നെയാണ് ഞാനും പറയുന്നത്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഈ പറയുന്ന ഇപ്പം ഫോർ എക്സാമ്പിൾ അനുമോൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആദില, നൂറ അവരായിക്കോട്ടെ, പിന്നെ അക്ബർ ഒരു ആണായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അക്ബറിനും ഭാര്യയുണ്ട്, അക്ബറിനും ഉമ്മയുണ്ട്. നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഇത്തരത്തിലേക്ക് ഒരു PR ഒക്കെ കാശ്, ഒരു അന്തസ്സുള്ള പരിപാടി കാണിക്കുക. PR-ന്റെ പേരും പറഞ്ഞും അതൊക്കെ ഒരു വലിയ PRO എന്നൊക്കെ പറയുന്നത് ഒരു പ്രൊഫഷനാണ്. ചെറ്റത്തരം കാണിക്കരുത്. എന്തായാലും ശരി, ഇന്നലത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് എന്ത് ലെവലിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഈ ഒരു മലയാളം ബിഗ് ബോസ് സീസണിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വൃത്തികേടിലേക്കാണ് ഈ ഒരു അവസാനം എത്തിയിരിക്കുന്നതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് വിതൗട്ട് എനി സ്ക്രിപ്റ്റ് എനിക്ക് തോന്നിയൊരു കാര്യമാണ് പറഞ്ഞത്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ കമന്റിൽ പറയുക, എനിക്ക് ഒരു പ്രശ്നമില്ല. കാരണം മസ്താനിയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞൊരു കമന്റിൽ എനിക്കും ഒരു തെറ്റ് തോന്നിയത് കൊണ്ടാണ് ഞാൻ ആദിലയുടെയും നൂറയുടെയും കാര്യത്തിൽ ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സീരിയൽ കാണുമ്പോൾ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയിച്ചു വരാം. ബൈ.